സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പുസ്തകങ്ങൾ മഴയത്ത് നനഞ്ഞു കുതിർന്ന വാർത്തയാണ് മലപ്പുറത്ത് ഇന്ന് കണ്ടത്. മലപ്പുറം ടൗൺ ഹാളിന് പിൻവശത്ത് കൂട്ടിയിട്ട പുസ്തകങ്ങളാണ് നശിച്ചത്. സംഭവം വാർത്തയായതിനു പിന്നാലെ പുസ്തകങ്ങൾ ഇവിടെ നിന്ന് തിടുക്കപ്പെട്ടു മാറ്റി. 6 ലക്ഷത്തോളം രൂപ വിലയുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്യാതെ നശിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ തുല്യത പഠിതാക്കൾക്കായി എത്തിച്ച പുസ്തകമാണിവ. ഇവ മലപ്പുറം ടൗൺ ഹാളിന്റെ പിറകുവശത്ത് കെട്ടിക്കിടക്കുകയാണ്. വിതരണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഗാന്ധിയൻ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളുടെ പുസ്തകങ്ങളാണ് നശിച്ചത്. ടൗൺ ഹാളിന് പിറകിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയ നിലയിലാണ് പുസ്തകം. ടൗൺ ഹാളിലെ ലൈബ്രറി കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മാറ്റിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽ മഴയിൽ ഷീറ്റ് കീറി പുസ്തകങ്ങൾ വെള്ളത്തിൽ കുതിർന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് MSF പ്രതിഷേധിച്ചു. ഇത് ഒന്നും രണ്ടും പുസ്തകങ്ങൾ മാത്രമല്ല, നിരവധിയായ പുസ്തകങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഒരു സംരക്ഷണം, മഴയിൽ നിന്നോ വെയിലിൽ നിന്നോ ഇത് തടുത്തു നിർത്താൻ ഒരു സംരക്ഷണം നൽകാതെയാണ് ഇത്തരത്തിൽ ദിവസങ്ങളോളമായി പുസ്തകങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഇത് ഒരു കാരണവശാലും തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സംഗതിയാണ്. ഇത് MSF ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല. പിന്നാലെ പുസ്തകങ്ങൾ ടൗൺ ഹാളിനെ പിന്നിൽ നിന്നും മാറ്റി. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സാക്ഷരതാ മിഷന്റെ വിശദീകരണം. സംഭവ വാർത്തയതിന് പിന്നാലെ പുസ്തകങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ നശിക്കില്ലായിരുന്നു. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.